നമസ്കാരം. തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിലും കേന്ദ്ര സർക്കാരിന്റെ കീഴിലും വിവിധ വകുപ്പുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി ഒഴിവുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 7ാം ക്ലാസ് പാസ്സായവർ മുതൽ ബിരുദമുള്ളവർക്ക് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, RRB, കേരള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ NLC, ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡ് DSSSB, നവോദയ വിദ്യാലയ സമിതി, ISRO, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ NRSE, HPCL, രാജസ്ഥാൻ റിഫൈനറി ലിമിറ്റഡ്, ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡ്, റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തല, സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രസ് ഹൈദരാബാദ്, ഹൈക്കോർട്ട് മദ്രാസ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്, ഹൈക്കോർട്ട് കേരള, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് KSFE, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് KSIE, കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ, കോർപ്പറേഷൻസ്, ബോർഡ്, അതോറിറ്റീസ്, സൊസൈറ്റികൾ എന്നിവ, എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ്, സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ ട്യൂബർകുലോസിസ്, റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് ഇക്കണോമിക് സർവീസ് എന്നീ സ്ഥാപനങ്ങളിലേക്കാണ് വിവിധ തസ്തികകളിൽ ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപേക്ഷിക്കുന്നതിന് മുൻപ് ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപേക്ഷിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞ യോഗ്യതകൾ, പ്രായപരിധി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഏതൊരു ജോലിക്ക് അപേക്ഷിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ കൊടുക്കാൻ മറക്കരുത് എന്നുള്ളത്. കാരണം പിന്നീടുള്ള പരീക്ഷാ തീയതി, അഡ്മിഷൻ ടിക്കറ്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഇത് നിർബന്ധമായിരിക്കും. ഈ ജോലിക്ക് എങ്ങനെ അപേക്ഷിക്കണം, ഇതിന്റെ നിയമന സാധ്യത എങ്ങനെയാണ് എന്നിവയെല്ലാം അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.